നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മനുഷ്യന്റെ കാര്യം ഇത്രയൊക്കെ ഉള്ളൂ. നടക്കുമ്പോൾ നാടും പടയും, കിടക്കുമ്പോൾ കട്ടിലും പായും. പിണറായി വിജയന്റെ വാർത്തകൾക്ക് താഴെ വരുന്ന നിലയ്ക്കാത്ത കമന്റുകൾ ഇങ്ങനെയൊക്കെയാണ്. ഭരണം പോയി കൊമ്പത്തൂന്ന് താഴെ ഇറങ്ങിയപ്പോൾ പിണറായി ചിലതൊക്കെ പഠിച്ചു വരുന്നുവെന്ന് പ്രതികരിക്കുകയാണ് ജനം. അധികാരം എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. എപ്പോൾ വേണമെങ്കിലും അതങ്ങ് പോകും. പക്ഷേ ചെയ്ത പ്രവർത്തികൾ മാത്രമായിരിക്കും എക്കാലത്തും നിങ്ങളെ അടയാളപ്പെടുത്തുക. നല്ലത് ചെയ്താൽ ജനങ്ങളുടെ ഉള്ളിലുണ്ടാകും ജനനായക പരിവേഷം. മറിച്ചായാൽ തെറി കേൾക്കേണ്ടി വരും. തിരുത്തേണ്ടപ്പോൾ തിരുത്തിയിരുന്നുവെങ്കിൽ നല്ല ഒരു പടിയിറക്കം പിണറായിക്ക് ഉണ്ടാകുമായിരുന്നു. ഇതിപ്പോൾ ജനങ്ങളും പാർട്ടിക്കാരും കൂവി തോൽപ്പിച്ച് ഇറക്കി വിട്ടു. പിണറായി ഇനിയെങ്കിലും നന്നാകണമെന്നാണ് മലയാളികളുടെ ഉപദേശം. പാർട്ടിക്കാർ ഒന്നടങ്കം പിണറായിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ജനം എതിരായി കഴിഞ്ഞു. കടുത്ത പ്രതിസന്ധിയിലാണ് കപ്പിത്താൻ. പ്രതിപക്ഷ നേതാവിന്റെ കസേരയിലൊന്നും കാരണഭൂതനെ കൊണ്ട് വെച്ചേക്കരുതേ എന്നും പരിഹാസം ശക്തമാകുന്നു. എത്ര PR വർക്ക് കൊണ്ട് ഇമേജ് ബിൽഡ് ചെയ്യാൻ നോക്കിയാലും അതിന് കുമിളയുടെ ആയുസേ ഉണ്ടാകൂ. ഒരു വശത്ത് ചിരിച്ച് കഥ പറഞ്ഞ് ഇന്റർവ്യൂ കൊടുത്ത് ജനകീയ നേതാവെന്ന് കാണിക്കാൻ പിണറായി ശ്രമിച്ചപ്പോഴും വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന ഡയലോഗ് അടിച്ച് എല്ലാം കൊണ്ട് തൊലപ്പിച്ചു. എത്രയൊക്കെ മെനയാകാൻ നോക്കിയാലും ഉള്ളിൽ കിടക്കുന്ന തനിക്കൊണം അത് ചിലപ്പോഴൊക്കെ പുറത്തു ചാടും. പിണറായിക്ക് ഉപദേശങ്ങൾ മാത്രമാണ് ജനം ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വീണ്ടും തിരികെ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നന്നായാലേ നടക്കൂ എന്നാണ് മലയാളി പറയുന്നത്. സൈബർ ഇടത്തിലെ ചില ഉപദേശങ്ങൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. എല്ലാം ഒരു അഭിനയം മാത്രമായിരുന്നു. കൈയിട്ട് വാരാനും സുഖിക്കാനും അഴിമതി നടത്താനും കോടികൾ സമ്പാദിക്കാനും ഒക്കെയുള്ള ഒരടവ് നയം. പാവങ്ങൾ സർക്കാർ ആശുപത്രിയിൽ, നേതാക്കൾ അങ്ങ് അമേരിക്കയിലും ദുബായിലും. ജനത്തിനെല്ലാം ഒടുക്കം മനസ്സിലായി. അതോടെ എല്ലാം ശരിയായി. സ്വാമിയെ ശരണമയ്യപ്പ, നന്നായി കൂടെ കാർന്നോരെ. ഇങ്ങനെയാണ് ഒരു കമന്റ്. ഇപ്പോൾ ചുണ്ടിനിട്ട് തട്ടി ചോദ്യം ചോദിച്ചാലും മിണ്ടില്ല. കാരണം അണ്ണാക്കിലെ പിരിവെട്ടിയിരിക്കുകയാണ്. നന്നാകുന്നതാണ് നല്ലത്. പിണറായിയുടെ അവസ്ഥ കണ്ടോ? കരിമ്പൂച്ച പോയിട്ട് വീട്ടിലെ പൂച്ച പോലും കൂടെയില്ലാത്ത അവസ്ഥയാണ്. ഭരണത്തിൽ ഇരിക്കണമെങ്കിൽ ജനങ്ങൾ വിചാരിക്കണമെന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. കഴിഞ്ഞ 10 വർഷം മുഖ്യൻ എന്ന പേരായിരുന്നു. ഇപ്പോൾ മുക്കിയവൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നാണക്കേട് തന്നെ. എന്തായിരുന്നു ഒരു നെകളിപ്പ്. കാലം കാത്തുവെച്ചത് ഇതൊക്കെയാണ്. മാളിക മുകളിലേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ. ഓർത്തുവെക്കുന്നത് നന്നായിരിക്കും. ഇനിയെങ്കിലും നന്നായില്ലെങ്കിൽ വരും കാലത്ത് പാർട്ടിക്കാർ കൂടി എടുത്ത് തോട്ടിലെറിയുന്ന ഗതിയിലേക്ക് എത്തും. അതുകൊണ്ട് നന്നാകുന്നതാണ് ഒരു പൊടിക്ക് നല്ലത്. പിണറായിക്ക് പ്രതിപക്ഷ നേതാവ് പദവി കൊടുക്കരുത്. പുതിയ ആൾക്കാർ വരട്ടെ. ഈ പാർട്ടി നന്നാവണമെങ്കിൽ ഇങ്ങേരെ പറ്റി പറയുന്നത് തന്നെ പാർട്ടിക്കാർ നിർത്തണം. എന്തായിരുന്നു ലിഫ്റ്റ് വെച്ച ബസ്, ലിഫ്റ്റ് വെച്ച ക്ലിഫ് ഹൗസ്, നീന്തൽക്കുളം, പശുത്തൊഴുത്ത്, പശുക്കൾക്ക് കേൾക്കാൻ മ്യൂസിക്, കരിമ്പൂച്ചകൾ, പോലീസ് സേന, എന്തൊക്കെ പരിവാരങ്ങൾ. ഓർക്കാൻ കൂടി പറ്റുന്നില്ല. ഇതിൽ നിന്നൊക്കെ താഴോട്ടിറങ്ങി ഇനി എങ്ങനെ നടക്കുമോ എന്തോ. നിയമസഭയിൽ പോകാതിരിക്കുന്നതാണ് നല്ലത്. UDFൽ ഇപ്പോൾ ജയിച്ചു വന്ന കുറെ യുവ തീപ്പൊരി MLAമാർ കാരണഭൂതനെ തേച്ച് ഭിത്തിയിലൊട്ടിക്കും. അതുകൊണ്ട് കഴിവുള്ള മറ്റ് നേതാക്കൾ മുന്നോട്ട് വരട്ടെ. ഇതുപോലെ ജനങ്ങൾ വെറുക്കുന്ന ഒരു നേതാവ് ഈ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? കുറച്ചെങ്കിലും മുൻപേ ഒന്ന് നന്നാകാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ ഇത്രയും പഴി കേൾക്കേണ്ടി വരില്ലായിരുന്നു. എന്നും ഞാൻ നെയ്മീൻ എങ്ങനെ ഇനി സ്വന്തം പൈസയിൽ ശാപ്പിടും. സാരമില്ല, തിരുതയുണ്ടല്ലോ. KK രമയെ സ്പീക്കർ ആക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ തൈക്കണ്ടിയിൽ ഭൂതം സാറ് KK രമയെ സർ, സ്പീക്കർ എന്നൊക്കെ അഭിസംബോധന ചെയ്തുകൊണ്ടേയിരിക്കേണ്ടി വരും. അത് കാണാനും കേൾക്കാനും തന്നെ ഒരു സുഖമാണ്. ഇനി പിണറായി പ്രതിപക്ഷ നേതാവായാൽ ആ പാർട്ടിയുടെ അസ്തിത്വം തോണ്ടും. അദ്ദേഹത്തെ വിശ്രമത്തിന് പറഞ്ഞു വിടുക. എന്നിട്ട് ഒരു പുതിയ നിരയെ മുന്നിൽ കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ ആ പാർട്ടിക്ക് ഉയർത്തെഴുന്നേൽപ്പ് ഇനി ഉണ്ടാകുകയുള്ളൂ. ഇനി മുതൽ വിജയേട്ട എന്നും സഖാവേ എന്നൊക്കെ വിളിക്കാമോ, അതോ ex-CM എന്ന് വിളിക്കണോ എന്നുകൂടി അറിഞ്ഞാൽ കൊള്ളാം. അല്ലെങ്കിൽ എല്ലാവരും ഇനി പിണറായിയെ വിജയ എന്നൊക്കെ വിളിച്ച് അടുത്തേക്ക് വരുമ്പോൾ പറ്റില്ല, എന്നെ മുഖ്യമന്ത്രി എന്ന് തന്നെ വിളിക്കണം എന്നുള്ള ധാർഷ്ട്യം കാണിക്കുമോ എന്തോ. എന്തായാലും നന്നാകുന്ന ലക്ഷണം ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഒരക്ഷരം മിണ്ടുന്നില്ല.
നന്നാകാൻ ഒരുപാട് അവസരമുണ്ടായിരുന്നു. പലരും പറഞ്ഞു, ചുറ്റും കൂടി നിന്നവർ പറഞ്ഞു, പാർട്ടിക്കാർ പറഞ്ഞു, പാർട്ടിയിലെ നല്ല കമ്മ്യൂണിസ്റ്റുകൾ പറഞ്ഞു. അപ്പോഴൊന്നും കേട്ടില്ല. അപ്പോഴൊക്കെ അങ്ങ് മാളിക മുകളിലായിരുന്നു. ഞാൻ തന്നെ പരമാധികാരി, ഞാൻ തന്നെ ദൈവം, ഞാൻ തന്നെ വീണ്ടും അധികാരത്തിൽ. പക്ഷേ ജനങ്ങളാണല്ലോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അവർ വലിച്ചു താഴേക്കിട്ടു. ഇനിയെങ്കിലും ഒന്ന് നന്നാകുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ വിശ്രമിക്കൂ. തായ്ക്കണ്ടിയിൽ ഒരു വിശ്രമ ജീവിതം അങ്ങേക്ക് എടുക്കാവുന്നതാണ്. 16 വർഷം പാർട്ടി സെക്രട്ടറി കസേരയിൽ ഇരുന്നില്ലേ? 10 വർഷം മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നില്ലേ? ഇനി പ്രതിപക്ഷ നേതാവിൻ്റെ കസേര കൂടി നോക്കരുത്. അങ്ങേക്ക് നല്ല പ്രായമുണ്ട്. അതുകൊണ്ട് ഒന്ന് വിശ്രമിക്കാൻ സമയം കണ്ടെത്തുക. എന്തിനാണ് ഈ പാർട്ടിക്കാർ എല്ലാവരും കൂടി ഈ മനുഷ്യനെ വീണ്ടും ഇങ്ങനെ പണിയെടുപ്പിക്കുന്നത്? അദ്ദേഹത്തെ വിശ്രമിക്കാൻ പറഞ്ഞയക്കൂ എന്നാണ് മലയാളികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയനോട് ഇവിടെ ആർക്കും എതിർപ്പുണ്ടായിരുന്നില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനോട് എതിർപ്പുണ്ടായിരുന്നില്ല. പക്ഷേ പിണറായിയിലെ ധാർഷ്ട്യക്കാരനോടായിരുന്നു എല്ലാവർക്കും എതിർപ്പ്. ധാർഷ്ട്യം കൊണ്ട് കൈ കഴുകിയപ്പോൾ ഓർത്തില്ല ജനങ്ങളെ വീണ്ടും കാണണം എന്നുള്ളത്. അങ്ങനെ മുഖാമുഖം ജനങ്ങളെ കാണേണ്ടി വന്നപ്പോൾ തലകുനിച്ച് നിൽക്കേണ്ടി വന്ന ഒരു പിണറായി. ഇമ്മാതിരി അടിയൊക്കെ സ്വയം ഇരുന്ന് മേടിക്കാനും വേണം ഒരു യോഗം. എന്തായാലും പിണറായി വിജയനെ ഒരു മെറ്റീരിയലായി UDFകാരും എടുക്കുക. ജീവിച്ചിരിക്കുന്ന ജനങ്ങൾ ചവിട്ടിത്താഴ്ത്തിയ ഒരു നേതാവ് എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കുന്നത് നന്നായിരിക്കും. കാരണം അല്ലെങ്കിൽ 5 വർഷം മതിച്ചു പുളയ്ക്കാനാണ് നിങ്ങളുടെയും നീക്കമെങ്കിൽ അടുത്ത 5 വർഷത്തിൽ ജനം ഇതേപോലത്തെ അടിയായിരിക്കും നിങ്ങൾക്ക് തരാൻ പോകുന്നത്. എന്തായാലും പിണറായി വിജയൻ നന്നാകുന്നതും കാത്തിരിക്കുകയാണ് മലയാളികൾ. എന്തെല്ലാം ഉപദേശങ്ങളാണ് പിണറായിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കനത്ത തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ പിണറായി വിജയനും പാർട്ടി സെക്രട്ടറിക്കുമെതിരെ സെക്രട്ടേറിയറ്റ് യോഗത്തിലുണ്ടായത് രൂക്ഷ വിമർശനങ്ങളാണ്. MV ഗോവിന്ദൻ സ്ഥാനമൊഴിയുന്നതാണ് നല്ലതെന്നും പിണറായി വിജയൻ ശൈലി മാറ്റാൻ തയ്യാറാകണമെന്നുമാണ് പച്ചയ്ക്ക് പലരും പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് അവലോകനങ്ങളുടെ രീതിയിലും കാരണം കണ്ടെത്തലുകളിലും പരമ്പരാഗത ശൈലി ഉടച്ചു വാർക്കണമെന്ന അഭിപ്രായവും ഉയർന്നു. യോഗത്തിന് സമയം മുൻകൂട്ടി നിശ്ചയിച്ച ശേഷം ചർച്ചകൾ അപൂർണമായി അവസാനിപ്പിക്കുന്നതിലും വിമർശനമുണ്ടായി. ഇക്കാര്യം യോഗത്തിൽ പങ്കെടുത്ത ജനറൽ സെക്രട്ടറി MA ബേബി അംഗീകരിക്കുകയും ചെയ്തു. ആദ്യം യോഗവും വൈകിട്ട് 4-ന് വാർത്താ സമ്മേളനവും നിശ്ചയിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നത്. ഈ രീതി ശരിയല്ലെന്ന യോഗത്തിന്റെ പൊതുവികാരം അംഗീകരിച്ചതോടെയാണ് 4-ന് സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷം സെക്രട്ടേറിയറ്റ് യോഗം തുടരാനും അത് 13 മണിക്കൂറോളം നീളാനും കാരണമായത്. ഓരോ അംഗങ്ങളും സമയമെടുത്ത് പറയാനുള്ളതെല്ലാം തന്നെ പറഞ്ഞു. ഇനിയും ഞങ്ങളെ അടിച്ചമർത്തി വെക്കാൻ നോക്കണ്ട എന്നുള്ള നിലപാടിലായിരുന്നു എല്ലാ അംഗങ്ങളും ഉണ്ടായിരുന്നത്. പാർട്ടിക്കുള്ളിൽ ശക്തമായി ഉയർന്ന എതിർവികാരം തിരിച്ചറിയാൻ കഴിയാതിരുന്നത് വലിയ വീഴ്ചയായി എന്നതാണ് സെക്രട്ടേറിയറ്റിന്റെ കുറ്റസമ്മതം. കനത്ത പ്രഹരത്തെ കണക്ക് നിരത്തി ന്യായീകരിക്കാൻ നിൽക്കരുത്. നേതാക്കൾ പറയുന്നതെല്ലാം അതേപടി ഉൾക്കൊണ്ടും അനുസരിച്ചും നീങ്ങുന്ന അണികളെ എപ്പോഴും പ്രതീക്ഷിക്കരുത്. കണ്ണൂരിലടക്കം തെറ്റായ തീരുമാനങ്ങൾ ഉണ്ടായി എന്ന വിമർശനവും ചർച്ചയിലുണ്ടായി. ആത്മപരിശോധനയ്ക്കും തിരുത്തലിനും തയ്യാറായേ പറ്റൂ. സമീപകാലത്തൊന്നും ഉയരാത്ത വിമർശനങ്ങൾ പിണറായി വിജയനും പാർട്ടി സെക്രട്ടറിക്കും നേരെ ഉയർന്നു. സ്വജനപക്ഷപാതത്തിലായിരുന്നു ആരോപണങ്ങളേറെയും. ചുറ്റും നിൽക്കുന്നവർ ചെയ്യുന്നതെന്തും ന്യായീകരിക്കുന്ന ശൈലി അപകടം ചെയ്തു എന്ന് വലിയ വിമർശനം ഉയർന്നു. തെരഞ്ഞെടുപ്പ് പരാജയം വിശദമായി വിശകലനം ചെയ്യാനും പ്രവർത്തകരെ കേൾക്കാനും പാർട്ടി തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും അണികൾ സൈബറിടത്തിലടക്കം കൂട്ടത്തോടെ നേതൃത്വത്തെ ചോദ്യം ചെയ്യുകയാണ്. പാർട്ടിയുടെ സൈബർ പോരാളികൾ ആരും ഇതിനെ പ്രതിരോധിക്കാനും എത്തുന്നില്ല. പാർട്ടി കോട്ടകളിലെ തോൽവിയാണ് CPMനെ ശരിക്കും ഉത്തരം മുട്ടിക്കുന്നത്. ഇതിനും കാരണക്കാരൻ എന്ന നിലയിലാണ് MV ഗോവിന്ദന് നേരെയുള്ള പ്രതിഷേധം. ഒതുക്കി നിർത്തിയ P ജയരാജനെ തിരിച്ചു വിളിക്കണമെന്ന ആവശ്യവും ഉയരുന്നു. ഇതിനിടെ TK ഗോവിന്ദനെയും V കുഞ്ഞികൃഷ്ണനെയും വർഗവഞ്ചകരെന്ന് പറയാനാവില്ല എന്ന TP രാമകൃഷ്ണന്റെ പരാമർശവും ശ്രദ്ധേയമായി. അതായത് ഒരു പൊളിച്ചെഴുത്തിന് സാധ്യത വരികയാണ് CPMൽ. ഇതുവരെ ഉണ്ടായിരുന്ന ഏകാധിപത്യ നിലപാടുകൾ പൊളിച്ചെഴുതപ്പെടുന്നു. ഞങ്ങൾ സംസാരിക്കും, ഞങ്ങൾക്ക് പറയാനുള്ളത് പറയും, അത് നേതാക്കൾ കേൾക്കണം, അനുസരിക്കണം എന്ന നിലയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ശുഭസൂചന കാണുന്നുണ്ട്. പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ നന്നാകാൻ തയ്യാറാകുന്നത് തന്നെയായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പ്രവർത്തകർ നന്നാക്കാൻ തുനിഞ്ഞിറങ്ങും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.